8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. പരിമിതികളെ മറികടന്ന് തീർത്ത ഹയർ സെക്കൻഡറിയിൽ നേടിയത് ഉജ്ജ്വല വിജയം. ആകെയുള്ള 1200 മാർക്കിൽ 1115 മാർക്ക് നേടി ഈ മിടുക്കി വിദ്യാലയത്തിന് തന്നെ മാതൃകയായി. പോരൂർ ആയനിക്കോട് വീതനശ്ശേരി പടിഞ്ഞാറയിൽ ജയപ്രകാശിന്റെ 4 മക്കളിൽ രണ്ടാമത്തെയാളാണ് തീർത്ഥ. ഹയർ സെക്കൻഡറിയിൽ കൊമേഴ്സ് വിഭാഗത്തിലാണ് കുട്ടി ഉജ്ജ്വല വിജയം കാഴ്ചവെച്ചത്. ജന്മനാ തന്നെ കാഴ്ചയ്ക്ക് വൈകല്യമുള്ള തീർത്ഥ പഠനത്തിൽ എല്ലാ കഴിവുകളുമുള്ള കുട്ടികളെ പിന്നിലാക്കിക്കൊണ്ടാണ് മുന്നിലെത്തിയത് എന്ന് ഏറെ ശ്രദ്ധേയമാണ്. ഒരു കണ്ണ് പൂർണ്ണമായും കാഴ്ചയില്ലാത്തതാണ്. 40% മാത്രമാണ് രണ്ടാമത്തെ കണ്ണിൻ്റെ കാഴ്ചശക്തി. വിജയത്തിന് പിന്നിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വാർഡ് മെമ്പറുടെയും പിന്തുണയും സഹായങ്ങളും തീർത്ഥ എടുത്തു പറയുന്നു. നമ്മൾ പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും കൂടെ നിൽക്കും. പിന്നെ 10th കഴിഞ്ഞ് +1 വരുമ്പോൾ എന്ന് പറഞ്ഞാൽ +1 കുറച്ചുകൂടി സിലബസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. നമുക്ക് 10th കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് പഠിക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് സമയം എടുക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം എടുത്ത് പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലാസ്സിലാണെങ്കിലും അത് സ്കൂളിലാണെങ്കിലും എവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിലും സ്കൂളിലെ ടീച്ചേഴ്സിനെ വിളിച്ചത് കൺഫേം ചെയ്യുക, അത് തീർക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ തീർത്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് കൂടുതലായിട്ടും പറയുന്നത് സ്കൂളിലാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സും നല്ല ഹെൽപ്പായിരുന്നു. അതിപ്പോൾ +1 +2 ആണെങ്കിലും 10th ആണെങ്കിലും നല്ല ഹെൽപ്പായിരുന്നു എല്ലാ ടീച്ചേഴ്സും. പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ് സാറ് വിജിത് സാറ് നല്ല ഹെൽപ്പായിരുന്നു. എല്ലാം നോട്ടൊക്കെ വായിക്കാനാണേലും നോട്ട് കംപ്ലീറ്റ് ചെയ്യാനാണേലും എല്ലാത്തിനും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും പ്രത്യേകം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ NVIDIAയുടെ സ്ക്രീൻ റീഡർ യൂസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പ് അത്യാവശ്യമായിരുന്നു. ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ മുൻ വാർഡ് മെമ്പറായിട്ടുള്ള ബാബു മാമ എനിക്ക് കയറിയ ഉടനെ തന്നെ ലാപ്ടോപ്പ് തന്നു. അത് കാരണം നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്, നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ലാപ്ടോപ്പ് കിട്ടിയത് കാരണം ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റി. കാരണം അത് കാരണം നല്ലോണം പഠിക്കാനും സുഖമായിരുന്നു. കാരണം NVIDIA യൂസ് ചെയ്യാൻ മറ്റൊരാളുടെ ഹെൽപ്പ് വേണ്ട, റെക്കോർഡും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ലാപ്ടോപ്പിൽ തന്നെ എഴുതുമ്പോൾ ലാപ്ടോപ്പിൽ തന്നെ അത് കിട്ടും. കുട്ടിയുടെ കഴിവിൽ സ്കൂളിനും അഭിമാനം. ഇതിനാൽ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ അനുമോദിക്കാനും അധികൃതർ മറന്നില്ല. കാഴ്ചശക്തിയില്ലാത്തതിനാൽ പഠനത്തിന് പ്രയാസം നേരിട്ടപ്പോൾ പോരൂർ പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പറായ ഗിരീഷ് ബാബു മുൻകൈയെടുത്ത് ഒരു ലാപ്ടോപ്പ് നൽകിയതോടെ തീർത്ഥയുടെ പഠനത്തിന്റെ വേഗത വർദ്ധിച്ചു. പാഠഭാഗങ്ങൾ കേട്ടു പഠിക്കുന്ന രീതിയായിരുന്നു കുട്ടി അവലംബിച്ചിരുന്നത്. തീർത്ഥനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ കമ്പ്യൂട്ടർ, ബ്രെയിൻ ലിപിയുള്ള കമ്പ്യൂട്ടർ അനിവാര്യമായിരുന്നൊരു കുട്ടിയാണ്. ഞാൻ മെമ്പറായി വരുന്ന സമയത്തും അതിന് മുമ്പേ ഒക്കെ നിരന്തരം ആവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പഠിക്കാൻ ലാപ്ടോപ്പ് കിട്ടണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് പലപ്പോഴും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോഴും അങ്ങനെയൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് സർക്കാരിൻ്റെ ഉത്തരവുകളും മറ്റും സംഘടിപ്പിച്ച് അത് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഈ കുട്ടിക്ക് വേണ്ടി അതിനുവേണ്ടി പ്രയത്നിച്ചപ്പോൾ സമൂഹത്തിലെ 2-3 കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ഒരു സഹായം ചെയ്യാൻ നമുക്ക് സാധിച്ചു. എന്തായാലും നല്ല ലക്ഷ്യമുള്ള വിദ്യാർത്ഥിയാണ്. പിതാവായ ജയപ്രകാശാണ് കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നതും തിരിച്ചു കൊണ്ടുവന്നിരുന്നതും. പഠനത്തിൽ മികവ് പുലർത്തിയതിനാൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാൻ ശ്രമിച്ചുവെന്ന് അച്ഛൻ പറഞ്ഞു. ഓളെ പരിമിതി വെച്ചിട്ട് ഇത്രയും പഠിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ രാവിലെ വള്ളിക്കാപ്പറ്റ സമയത്ത് അവിടെ ആയിരുന്ന സമയത്ത് രാവിലെ ഞങ്ങൾ കൊണ്ടുവിടും. പിന്നെ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു 2 വർഷത്തോളം അങ്ങനെ ആയിരുന്നു. പിന്നെ അവൾ അവിടെ നിന്നു, ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു ഒരു ഇത് പഠിച്ചിരുന്നത്. പിന്നെ 9ാം ക്ലാസ്സിലായപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഇവിടെ ചെറുകോട് വെച്ചിട്ടായിരുന്നു. നല്ല സന്തോഷമുണ്ട്. അവളെ പരിമിതി വെച്ച് ഇത്ര ഇതൊക്കെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കഴിഞ്ഞിടത്തോളം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 6ാം ക്ലാസ് വരെ വള്ളിക്കാപ്പറ്റയിലെ ബ്ലൈൻഡ് വിദ്യാർത്ഥികൾക്കായുള്ള സ്കൂളിലാണ് തീർത്ഥ പഠിച്ചത്. തുടർന്ന് 9ാം ക്ലാസ് മുതൽ +2 വരെ പോരൂർ ഹയർ സെക്കൻഡറിയിലും പഠിച്ചു. പൊളിറ്റിക്കൽ സയൻസ് ബിരുദം നേടി സിവിൽ സർവീസിൽ എത്തിച്ചേരാനാണ് തീർത്ഥയുടെ താല്പര്യം. ന്യൂസ് ബ്യൂറോ, പോരൂർ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.